ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കണം ഫസ്റ്റ്. അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ മസാല തയ്യാറാക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് ചിക്കൻ പൊരിച്ചു. അതിനുശേഷം ചിക്കൻ പൊരിച്ച എണ്ണയിൽ ഉള്ളി വാട്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് അതിന് ശേഷം തക്കാളി ഇട്ടു. തക്കാളി റെഡിയായി കഴിഞ്ഞാൽ എന്തെങ്കിലും മസാലപ്പൊടികൾ തയ്യാറാക്കും. മസാലപ്പൊടികളിടും. അതിന് ശേഷം ചിക്കൻ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ അതിലിടും. അതിനുശേഷം നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. തക്കാളി വഴറ്റിയതിന് ശേഷം ഞാൻ പൊടികളൊക്കെ ഇട്ടു. മല്ലിച്ചപ്പും പുതിനയും കുറച്ച് ഇട്ടു. അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടു. മസാലകൾ ലാസ്റ്റ് സ്റ്റേജ് എത്തി. അതിന് ശേഷം നമുക്ക് ഇനി ചോറിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. അങ്ങനെ മസാലയിൽ കിടന്ന ചിക്കൻ ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റാവട്ടെ. പകുതി വേവ് ആയിട്ടുള്ളൂ നമ്മൾ ചിക്കൻ പൊരിച്ചത്. അപ്പോൾ ഫുള്ള് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒരു ചെറിയ തീയിൽ ഹാഫ് തീയിൽ നമുക്ക് ചിക്കൻ വേവിക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാൻ ചോറിലേക്ക് വേണ്ട മല്ലിച്ചപ്പ്, ക്യാരറ്റ്, ഗ്രാമ്പു, പട്ട, ഏലക്ക എല്ലാം ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുകയാണ് കേട്ടോ. ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് സെപ്പറേറ്റ് ദമ്മായിട്ട് വേവിച്ചതിന് ശേഷമാണ് രണ്ടും മിക്സാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉള്ളി വഴറ്റിയിട്ട് അതിന് ശേഷം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം. അത് ഒഴിച്ചിട്ട് പിന്നെ അരി ഇട്ടിട്ട് നെയ്ച്ചോറാക്കിയതിന് ശേഷമാണ് മസാല ചേർത്ത് നമ്മൾ ബിരിയാണി ആക്കുന്നത്. നെയ്ച്ചോറ് അരി ഇട്ടതിന് ശേഷം അരി വറുത്തിട്ടാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് അരി ഇട്ടു. ഇനി അതൊന്നും മൂപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കത്തുള്ളൂ. ഞാൻ വെള്ളം ഒഴിച്ചു. നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം. അത് ഞാൻ അരി വറുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇനി നെയ്ച്ചോറാവട്ടെ. നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാണ്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം കേട്ടോ. മസാല ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ബിരിയാണി കഴിഞ്ഞു കേട്ടോ. ചിക്കൻ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ പണികൾ കഴിഞ്ഞു. ഇനി അതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി
റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സൂപ്പർ ചിക്കൻ ബിരിയാണി റെഡിയായി. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നല്ല വീഡിയോസായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. ഓക്കെ, ബൈ.